everyone, welcome back to The Better Part with Donna. Welcome to ആരെങ്കിലും പുതുതായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ or welcome back to anybody who's returning for the second part of Esther series from complacency to conviction. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ ഇത്രയും ആളുകൾ കാണുന്നു, ഒരുപാട് ഓവർവെൽമിംഗ് ആയിട്ടുള്ള നല്ല റെസ്പോൺസസ് ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടേ അല്ല വീഡിയോ ചെയ്തത്. വളരെ ഇമ്പൾസീവായിട്ട് പെട്ടെന്ന് തോന്നി ചെയ്തതാണ്. പക്ഷെ ഒരുപാട് ആൾക്കാർ നല്ല കാര്യങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞു, ഒരുപാട് ആൾക്കാർ സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇറ്റ് ഓൾ മോട്ടിവേറ്റഡ് മീ. അത് കാരണം വി ഹാവ് ദ സെക്കൻഡ് പാർട്ട് ഹിയർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. കാര്യം ആദ്യത്തേനകത്ത് നമ്മളൊരു ഷിഫ്റ്റ് കാണുന്നുണ്ട് ഫ്രം പാസിവിറ്റി ടു പേർപ്പസ്. പാസിവിറ്റി എന്ന് പറയുന്നത് വളരെ പാസീവായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞിരുന്ന എസ്തർ പെട്ടെന്ന് നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം നമ്മൾ മോസ്റ്റ്ലി 4ാമത്തെ അധ്യായമാണ് ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് ഒരു പേർപ്പസിലേക്കും ഒരു ഇൻറ്റൻഷനിലേക്കും കടന്നു വന്ന് സ്പിരിച്വൽ അസൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അലൈൻ ആവുന്നതാണ് സെക്കൻഡ് പാർട്ട് മുഴുവൻ. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. കാര്യം നമ്മുടെ ഓരോ ജീവിതത്തിലും സ്പിരിച്വൽ അസൈൻമെൻറ്റ്സ് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ അതിനെ അലൈൻ ചെയ്ത് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ അസൈൻമെൻറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല, എന്നാൽ ദൈവം നമ്മളെ രക്ഷിക്കണമെന്നും നമ്മളുടെ കാര്യങ്ങൾക്ക് നീക്കുപോക്കുകളൊക്കെ തരണം എന്ന് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ പ്രവൃത്തിയും നമ്മളുടെ പിന്നെ ഡ്രീംസും കൂടെ അലൈൻ ചെയ്യാത്തപ്പോൾ അതൊരിക്കലും സാധിക്കത്തില്ല. അപ്പോൾ എസ്തർ ഇവിടെ ഒരു പേർപ്പസിലേക്കും ഒരു ആക്ഷനിലേക്കും കടക്കുന്നതാണ് ഇന്നത്തെ പാട്ടുകൾ. അപ്പം ആർക്കെങ്കിലും എസ്തറിൻ്റെ ഒരു എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്തുകൊണ്ട് വാട്ട് സ്പിരിച്വൽ അസൈൻമെൻറ്റ് എന്നൊക്കെ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ റിയലി റെക്കമെൻഡ് യു ടു ഗോ ബാക്ക് ടു എസ്തർ ചാപ്റ്റേഴ്സ് 1, 2, 3 ആണ് ആ ഒരു ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്. ബ്രീഫായിട്ട് പറയാനാണെങ്കിൽ ഹാമാൻ എന്ന് പറയുന്ന ഒരു എൻറ്റാഗണിസ്റ്റ് ആണ്, ഒരു വില്ലൻ ക്യാരക്ടറാണ് നമ്മൾക്ക് എസ്തറിനകത്ത് കാണാൻ പറ്റുന്നത്. ഹാമാന് ചാപ്റ്റർ 3 ആദ്യമായിട്ട് ഹാമാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ദുഷ്ടനെ ദൈവം പല പോലെ വളർത്തും എന്ന് പറയുന്നത് പോലെ ഹാമാൻ എന്ന് പറയുന്ന രാജാവിൻ്റെ അണ്ടറിലുള്ള ഒരു സേവകൻ പോലത്തെ ഒരാളെ വളരെ പെട്ടെന്ന് ഒരു ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തുകയും അയാളെ കാണുന്നവരെല്ലാവരും ആ രാജ്യത്ത് നമസ്കരിക്കണമെന്നും വണങ്ങണമെന്നും ഒക്കെ രാജാവ് എല്ലാവർക്കും ഒരു കൽപ്പന കൊടുക്കുകയാണ്. അപ്പം മൊർദെഖായി ഈ രാജകൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ എപ്പോഴും ഉണ്ട്. കാര്യം എസ്തർ അകത്തുള്ളത് കാരണം എപ്പോഴും മൊർദെഖായി ആ കൊട്ടാരത്തിൻ്റെ വാതിൽക്കലാണ് ഇരിക്കുന്നത്. മൊർദെഖായി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പാർട്ടി കാണുമ്പോൾ തന്നെ അറിയാം, മൊർദെഖായി ദൈവത്തിൻ്റെ ഒരു മനുഷ്യനാണ്, ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷനുള്ള ഒരാളാണ്. അത് കാരണമാണല്ലോ മൊർദെഖായി, ഞാൻ ലാസ്റ്റ് പാർട്ടി പറഞ്ഞതുപോലെ എസ്തർ എക്സ്ക്യൂസസ് പറയുന്ന സമയത്ത് മൊർദെഖായാണ് എസ്തറിനെ ഓർപ്പിക്കുന്നത്. ചിലപ്പം ഇങ്ങനെ ഒരു സമയത്തിന് വേണ്ടിയിട്ടായിരിക്കാം നിന്നെ അവിടെ രാജ്ഞിയാക്കി ഒരു പൊസിഷനിലേക്ക് നീ വന്നതെന്നൊക്കെ. അപ്പം തന്നെ നമ്മൾ മൊർദെഖായി ദൈവം നയിക്കുന്ന ഒരു മനുഷ്യനാണ്. അത് കാരണം മൊർദെഖായിക്ക് എന്താണ് വിവേചന ബുദ്ധിയുണ്ട്, ഒരു വിസ്ഡമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഹാമാൻ എന്ന ദുഷ്ടനെ കാണുന്ന സമയത്ത് മൊർദെഖായി വണങ്ങുവോ നമസ്കരിക്കുകയോ ഒന്നും ചെയ്യാറില്ല. ഇത് ഹാമാൻ ഇത്ര പവറിലിരിക്കുന്ന ഒരാൾ പവറിനെ അബ്യൂസ് ചെയ്യുന്ന ഒരാളാണ് ആക്ച്വലി. ഇതൊക്കെ കാണുന്ന സമയത്ത് ഹാമാൻ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും ഹാമാൻ മൊർദെഖായി ഏത് വംശജനാണെന്ന് കണ്ടുപിടിക്കുന്നു, ജൂഷ് ആണെന്ന് കണ്ടുപിടിക്കുന്നു. അതോടെ ഒരാൾക്കെതിരെയുള്ള ഒരു റിവെഞ്ച്, ഒരു കമ്മ്യൂണിറ്റിക്ക് ഫുള്ളായിട്ടുള്ളൊരു റിവെഞ്ചാക്കി ഹാമാൻ മാറ്റുകയാണ്. അതൊരു മൈനോറിറ്റിയാണ്, ജൂയിഷ് കമ്മ്യൂണിറ്റി അവിടെ മൈനോറിറ്റിയാണ്, വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പോൾ തന്നെ അറിയാം ഒരു മൈനോറിറ്റിക്കെതിരെ ഒരു രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങളും സംഭവിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അങ്ങനെയാണ് മൊർദെഖായോടുള്ള റിവെഞ്ചിന് വേണ്ടിയിട്ട് രാജാവിൻ്റെ അടുത്ത് പോയിട്ട് മുഴുവൻ യഹൂദ ആളുകൾക്ക്, ജൂയിഷ് കമ്മ്യൂണിറ്റിയിലുള്ള മുഴുവൻ ആളുകളെയും കൊല്ലുവാൻ ഒരു കൽപ്പന ഇറക്കണമെന്നും രാജാവ് അത് ഇമ്മീഡിയറ്റ്ലി സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും, സമ്മതിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യം. അങ്ങനെ മൊർദെഖായി ഇത് അറിയുമ്പോഴാണ് മുഴുവൻ ആളുകൾ, മൊർദെഖായി ഉൾപ്പെടെ എല്ലാവരെയും കൊന്നുകളയാനാണ് റൂള് വന്നേക്കുന്നത്. എസ്തേറിനെ കൊല്ലാൻ ചാൻസ് ഇല്ല, കാര്യം എസ്തർ ജൂയിഷ് ആണെന്നുള്ളത് റിവീൽ ചെയ്യാതെയാണ് രാജ്ഞിയായിട്ട് ആ കൊട്ടാരത്തിൽ താമസിക്കുന്നത്. അപ്പം എസ്തർ ഒരു പേർഷ്യൻ വുമൺ ആണെന്ന് തന്നെയാണ് അവിടെയുള്ള ആളുകളുടെ വിചാരം. അപ്പോൾ എസ്തേറിനൊന്നും സംഭവിക്കാൻ വഴിയില്ല, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ കൊല്ലപ്പെടും. അങ്ങനെയാണ് മൊർദെഖായി എസ്തേറിൻ്റെ അടുത്ത് വന്നത്. എസ്തേർ രാജ്ഞി എന്നൊരു പദവിയിലിരിക്കുമ്പോൾ രാജാവുമായിട്ട് കൂടുതൽ ആക്സസ് ഉള്ള സമയത്ത് എസ്തേറിന് പോയി രാജാവിൻ്റെ അടുത്ത് സംസാരിക്കുകയും രാജാവിൻ്റെ മനസ്സ് മാറ്റാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ മൊർദെഖായി പോയി എസ്തേറിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആളെ അയച്ച് സംസാരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് എസ്തേറിൻ്റെ ഷിഫ്റ്റാണ്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ ഓൾറെഡി നമ്മൾ കണ്ടതുപോലെ എക്സ്ക്യൂസസ് ആണ് പറയുന്നത്. അത്രയ്ക്കുള്ളൊരു മെച്യൂരിറ്റി ഇല്ല. ഒരു അസൈൻമെൻറ്റ്, സ്പിരിച്വൽ അസൈൻമെൻറ്റ് ഡീൽ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിലൂടെ കടന്നുപോയി നീക്കുപോക്ക് കണ്ടെത്തുന്ന പോലത്തെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ എസ്തേറിനില്ല. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഇത്ര വലിയൊരു അസൈൻമെൻറ്റ് എസ്തേറിന് വരുന്നത്. പക്ഷേ ഇനി തൊട്ടാണ് നമ്മൾ ഇന്നത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ശരിക്കും എസ്തേർ, എന്തൊക്കെ സ്റ്റെപ്പുകളാണ് എസ്തേർ ആ ഒരു മെച്യൂരിറ്റിക്ക് വരാനായിട്ട്, ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റി അല്ലെങ്കിൽ ഒരു അസൈൻമെൻറ്റിനെ വളരെ ബോൾഡ് ആൻഡ് കറേജസ് ആയിട്ട് ഡീൽ ചെയ്യാനായിട്ട് എന്തൊക്കെ സ്റ്റെപ്സാണ് എസ്തേർ എടുക്കുന്നത്. ആ സെയിം സ്റ്റെപ്സ് വേണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിലും സ്പിരിച്വൽ അസൈൻമെൻറ്റ്സ്, ഐ എം ഷുവർ ദാറ്റ് ഇപ്പം നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും
ഓരോ അസൈൻമെൻറ്റുകളിലൂടെ കടന്നു പോകാം. ഇറ്റ് കുഡ് ബി എനിത്തിങ്. ചിലപ്പം ജോലി ഇല്ലാണ്ട് ഇരിക്കുകയാണ്, നമ്മളൊരു വെയിറ്റിംഗ് പീരീഡിലാണ്, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടാവാം, ചിലപ്പോൾ ഇൻ്റർവ്യൂ ഒത്തിരി അടുത്ത് അപ്ലൈ ചെയ്യുന്നെങ്കിലും കിട്ടുന്നില്ല, അല്ലെങ്കിൽ കല്യാണം നടക്കുന്നില്ല, താമസിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ ഡയഗ്നോസിസ് കഴിഞ്ഞിരിക്കുന്നു, നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റിന് വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ, അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ, അല്ലെങ്കിൽ അങ്ങനെ എന്ത് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം എന്ന് പറയുന്നെങ്കിലും അസൈൻമെൻറ്റ്സ് ആർ നോട്ട് ദാറ്റ് ഈസി ആയിട്ടുള്ള അസൈൻമെൻ്റ് അല്ല. അസൈൻമെൻറ്റ്സ് ആർ ഡിഫിക്കൽട്ട് ഇൻ ക്രിസ്ത്യൻ ലൈഫ്. പക്ഷേ ആ അസൈൻമെൻറ്റ് കൃത്യമായി ചെയ്ത് പേഷ്യൻസോടെ എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കാനല്ല, വെയിറ്റിംഗ് പീരീഡിൽ വളരെ ഗ്രേസ്ഫുള്ളായിട്ടും പേഷ്യൻ്റായിട്ടും തീർക്കുമ്പോൾ അവസാനം നമുക്ക് അതിനൊരു റിവാർഡുണ്ട്, അവസാനം നമുക്കൊരു റിസൾട്ടുണ്ട്. അപ്പോൾ ആ ഒരു എനി അസൈൻമെൻറ്റ്, ഇതിപ്പോൾ നിങ്ങൾ എന്ത് അസൈൻമെൻറ്റിലൂടെ കടന്നു പോയാലും, ഇന്ന് നമ്മുടെ എസ്തറിൻ്റെ പാട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുത്താൻ സാധിക്കുക, എങ്ങനെയാണ് നമ്മളും എസ്തറിനെ പോലെ വളരെ ബോൾഡ് ആൻഡ് കറേജസ് ആയിട്ട് ഈ ഒരു അസൈൻമെൻറ്റിനെ നേരിട്ട് ഇതിൻ്റെ വിജയം കൈവരിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം, എസ്തർ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പാസീവ് എന്ന് പറഞ്ഞു, പാസിവിറ്റി എന്ന് പറഞ്ഞു. കാര്യം ഇത്രയും ഒരു ചാപ്റ്റർ 4 വരെ എസ്തർ നമ്മുടെ മൊർദെഖായി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. മൊർദെഖായി എസ്തറിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു, പിന്നെ എന്താണ് രാജ്ഞിയായിട്ട്, അങ്ങനെ മറ്റുള്ളവരിൽ നിന്നും ഇൻസ്ട്രക്ഷൻസ് എടുക്കുന്ന ഒരാളാണ് ഇത്രയും നാളും എസ്തർ. എസ്തർ സ്വന്തമായി ഒരു ആക്ഷൻ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു അറ്റ്ലീസ്റ്റ് ചാപ്റ്റർ 3 വരെ കണ്ടിട്ടേയില്ല. നമ്മളിൽ പല ആളുകളും ആദ്യമായിട്ട് ഇതുപോലെ ഒരു അസൈൻമെൻറ്റ് കിട്ടുമ്പോൾ നമുക്കറിയില്ല എന്താ ചെയ്യേണ്ട കാര്യം. ഇത്രയും നാളും നമ്മളുടെ മെൻറ്റേഴ്സ് ആരെങ്കിലും, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അച്ഛന്മാരായിരിക്കാം, അവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ പോയി പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ബൈബിൾ വായിക്കുക, അല്ലെങ്കിൽ കുമ്പസാരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യും, അങ്ങനെ നമ്മളെ കുറേ കാര്യങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞ് ചെയ്തത് നമ്മൾ സ്വന്തമായ ഒരു തീരുമാനം എടുത്തു. ഓക്കെ, ഇന്ന് തൊട്ട് ഞാൻ എൻ്റെ ഒരു വിഷയത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഫാസ്റ്റ് ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ ചെയ്യാൻ പോകുന്നു, ദൈവം തരുന്നത് വരെ ഞാനത് നിർത്തില്ല, അങ്ങനെയുള്ളൊരു കൺവിക്ഷനിലൂടെ ഒന്നും ഇതുവരെ എസ്തർ ചെയ്തിട്ടേ ഇല്ല. അപ്പം പെട്ടെന്ന് നമ്മൾ ചാപ്റ്റർ 4 ഈ റിമൈൻഡർ മൊർദെഖായിൽ നിന്ന് കിട്ടുകയാണ്. അതായത് നിനക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ, ചിലപ്പോൾ ദൈവം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നിന്നെ അവിടെ രാജ്ഞിയാക്കി ആ പൊസിഷനിലാക്കിയേക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ഫിയർ മാറിയിട്ട്, ഇത്രയും നാളും ഇൻസ്ട്രക്ഷൻസ് മാത്രം കേട്ടുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ആക്ഷനിൽ എടുക്കാനായിട്ട് ഒരു തുനിയുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു ചാപ്റ്റർ 4 കാണുന്നത്. അതായത് പെട്ടെന്ന് എസ്തർ എല്ലാവരുടെ അടുത്തും പറയുന്നു, ഓക്കെ, മുഴുവൻ പിന്നെ ശൂഷാൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ആ ഏരിയ, അവിടെ എല്ലാവരുമുള്ള യഹൂദരുടെ അടുത്ത് 3 ദിവസത്തേക്ക് എല്ലാവരും ഫാസ്റ്റിംഗ് ആൻഡ് പ്രേ ചെയ്ത് എസ്തറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. കാര്യം എസ്തറിൻ്റെ ബാക്കി മെയ്ഡ് സർവൻസ് എല്ലാവരും കൂടെ അവരും 3 ദിവസം ഫാസ്റ്റ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞിട്ട് രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പം ഇതിനി ആർക്കെങ്കിലും അറിയാത്തതായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് രാജാവിൻ്റെ അടുത്ത് പോകാനായിട്ട് ഒരു രാജ്ഞിക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത്? എന്തുകൊണ്ട് ഇത്രയും ഇതൊരു അസൈൻമെൻറ്റായി മാറുന്നു? നേരിട്ടങ്ങ് ചെന്ന് കണ്ടാൽ പോരെ എന്നാരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ രാജാവിൻ്റെ രീതികൾ കുറച്ച് വ്യത്യാസമാണ്. ഒറിജിനലി ഉള്ള രാജ്ഞി അല്ല എസ്തർ. ഒറിജിനൽ രാജ്ഞിനെ പറഞ്ഞു വിട്ടു രാജാവ് പറഞ്ഞ ഒരു കൽപ്പന ചെയ്യാത്തത് കാരണം. അപ്പം ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ എസ്തറിനെ രാജ്ഞിയാക്കിയെങ്കിൽ പോലും എസ്തറിന് എപ്പോഴും രാജസന്നിധിയിലേക്ക് കടന്നു ചെല്ലാനായിട്ടുള്ള പെർമിഷനില്ല. 30 ദിവസം ഇപ്പോൾ എസ്തറിനെ ആ കൊട്ടാരത്തിലേക്ക് വിളിച്ചിട്ടേയില്ല. ഇനി അഥവാ തന്നെ ആരെങ്കിലും രാജാവിൻ്റെ അടുത്തേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ രാജാവിൻ്റെ കയ്യിൽ ഒരു ചെങ്കോലുണ്ട്, അത് അവർക്ക് നേരെ നീട്ടുക എന്ന് പറയുന്നത് പെർമിഷൻ കൊടുക്കുന്നതിന് അർത്ഥമാണ്. ഓക്കെ, ദേ കൻ കം ഇൻ, എന്താണോ കാര്യങ്ങൾ റിക്വസ്റ്റ് അതൊക്കെ പറയാൻ പറ്റും. നീട്ടിയില്ലെങ്കിൽ അപ്പം തന്നെ അവരെ കൊന്നുകളയുക. അതിൻ്റെ അർത്ഥം രാജാവ് അവരെ ആ സമയത്ത് കാണാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പം ആ ഒരു രീതിയിൽ ദിസ് ഇസ് എ ബിഗ് അസൈൻമെൻറ്റ് ഫോർ ഹെർ. കാര്യം രാജാവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തൊരു 30 ദിവസത്തേക്ക് എസ്തറിനെ കാണുന്നേ ഇല്ല എന്ന്. അപ്പോൾ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ എസ്തർ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട്, ദാറ്റ് ടു രാജാവിൻ്റെ ഒരു കൽപ്പനയാണ് അവരെ എല്ലാവരും കൊന്നു കളഞ്ഞേക്കാൻ. അപ്പോൾ ആ ഒരു കൽപ്പന മാറ്റാനായിട്ടാണ് പറയുന്നത്, വിച്ച് മീൻസ് ഹി ഹാസ് ടു ടേക്ക് ഹിസ് ഓർഡേഴ്സ് ബാക്ക്. അപ്പോൾ ഇതൊക്കെ ഒരു ബിഗ് അസൈൻമെൻ്റ് ആണ് എസ്തറിനെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും അത് അറിയില്ലെങ്കിൽ ദാറ്റ് ഇസ് വൈ ഇത് ഇത്രയും വലിയൊരു അസൈൻമെൻറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞു, ഇൻസ്ട്രക്ഷൻസ് എടുക്കുന്നതിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ഒരാളായിട്ട് പെട്ടെന്ന് എസ്തർ മാറുന്നത്. അതായത് വളരെ ആക്റ്റീവായിട്ട് ലൈഫിൽ ഓക്കെ എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറയുക, കാര്യങ്ങളൊക്കെ ചെയ്യുക, ഞാനും പ്രാർത്ഥിക്കാനായിട്ടും ഫാസ്റ്റിങ്ങിനായിട്ടും 3 ദിവസത്തേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് എസ്തറിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ദൈവത്തിനെ പ്രസാദിപ്പിക്കാനായിട്ട് ഒരു അസൈൻമെൻറ്റിന് മുന്നേ ദൈവത്തിന് ആലോചന ചോദിക്കാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട്, അതാണ് ഫസ്റ്റ് ചേഞ്ച് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത്
മൊർദെക്കായിട്ട് റിമൈൻഡർ, നമ്മൾ ഇതുപോലെ റിമൈൻഡർ തരാം. ഞാൻ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു, നമുക്ക് ഹൂ ഇസ് യുവർ മൊർദെക്ക ഇൻ യുവർ ലൈഫ്, നമ്മൾക്ക് അങ്ങനെ ഒരു മെൻറ്റോർ ഇസ് വളരെ ഇമ്പോർട്ടൻറ്റ്. ചിലപ്പം നമ്മൾ ഇപ്പം ഇതുവരെ മൊർദെക്കായി ആയിരുന്നു എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തെങ്കിൽ സ്റ്റിൽ യു നീഡ് എ മെൻറ്റർ. ഇവിടെ എസ്തറിൻ്റെ ആദ്യമായിട്ട് എസ്തർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നെങ്കിലും മൊർദെക്കായുടെ പ്രസൻസ് ഇസ് സ്റ്റിൽ നീഡഡ്. സോ ഹൂ ഇസ് ദാറ്റ് മെൻറ്റോർ ഇൻ യുവർ ലൈഫ്? അതൊരു അച്ഛനാവാം, ചിലപ്പോൾ നമ്മുടെ തന്നെ പേരൻസ് ആരെങ്കിലും ആകാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആവാം. നമ്മളെ ഒന്ന് ഗൈഡ് ചെയ്യാനായിട്ട്, നമുക്ക് ആ ഒരു അക്കൗണ്ടബിലിറ്റി തരാനായിട്ട് ഒരു മെൻറ്റർ നമ്മൾ കൂടെയുള്ളത് ഇസ് ഓൾവേസ് ഗുഡ്. That's why we always need to look into our own community, our own peers, our own friends. What kind of friends do we have? നമ്മളെ ഇതുപോലെ നേരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന, നേർവഴിക്ക് നടത്താൻ പറ്റുന്നവരൊക്കെ തന്നെയാണോ നമ്മുടെ ഫ്രണ്ട്സ്? ഓറൽസ് നമ്മൾ ഓൾറെഡി റൈറ്റ് ട്രാക്കിലുള്ള നമ്മളെ വലിച്ച് വേറൊരു ട്രാക്കിലേക്ക് ഇടുന്ന ആളുകളാണോ നമ്മുടെ ഫ്രണ്ട്സ്? മേ ബി ഇറ്റ്സ് എ ടൈം ഫോർ റിഫ്ലക്ഷൻ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് സ്പിരിച്വൽ അസൈൻമെൻറ്റ് നീഡ്സ് സ്പിരിച്വൽ പ്രിപ്പറേഷൻ. ഇത് കേട്ട ഉടനെ നേരിട്ട് വേണമെങ്കിൽ എസ്തറിനെ ചിന്തിക്കാം, ഞാൻ രാജ്ഞിയാണല്ലോ, എനിക്ക് നേരിട്ട് വേണേൽ രാജാവിൻ്റെ അടുത്ത് പോകാമല്ലോ. അങ്ങനെ ഒരു റിസ്ക് എടുക്കുമല്ല ആദ്യമേ എസ്തേർ ചെയ്യുന്നത്. എസ്തേർ സ്പിരിച്വലായിട്ടുള്ള ഒരു അസൈൻമെൻറ്റ്, ഇത് ഡെഫിനറ്റ്ലി ഇസ് എ സ്പിരിച്വൽ അസൈൻമെൻറ്റ്. കാര്യം ദിസ് ഇസ് എ വാർ അഗെയിൻസ്റ്റ് ഗോഡ്സ് പീപ്പിൾ. അപ്പം എസ്തേറാണ് ആ എൻറ്റയർ നേഷനെ സേവ് ചെയ്യാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ആൾ. ദാറ്റ് ഇസ് വൈ ദിസ് ഇസ് എ സ്പിരിച്വൽ അസൈൻമെൻറ്റ്. ആൻഡ് എ സ്പിരിച്വൽ അസൈൻമെൻറ്റ് വിൽ നീഡ് സ്പിരിച്വൽ പ്രിപ്പറേഷൻ. വേൾഡ്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ബാറ്റിലൻ ആർമർ എടുക്കുക, അല്ലെങ്കിൽ എന്താണ് കിങ്ങിനെ കുറച്ച് സെഡ്യൂസ് ചെയ്യുക, ഇതൊക്കെ വേൾഡ്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് റിസോർട്ട് ചെയ്യാതെ to fight a spiritual battle you need spiritual preparation. അപ്പം that is the first thing she does. She gathers everybody around her. Maid servants ആണ്, കുറേ servants അവളുടെ കൂടെ ഉണ്ട്, അത് രാജാവ് കൊടുത്തിരിക്കുന്നത്. അപ്പം we can consider her friends, maybe maids ആണ്, but still friends or peers. അവരെല്ലാം ഗ്യാദർ ചെയ്യുന്നു, എല്ലാവരോടും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട്. നമ്മൾ ബൈബിളിൽ കാണുന്ന പോലെ 2-3 പേർ കർത്താവിൻ്റെ നാമത്തിൽ കൂടിക്കഴിഞ്ഞാൽ അവരുടെ മധ്യ കർത്താവ് ഉണ്ടാവും എന്നുള്ള ഒരു അതുപോലത്തെ ഒരു ഫോർഷാഡോവിങ് തരുന്നത് പോലെ എല്ലാവരെയും ഗ്യാദർ ചെയ്തിട്ട് എസ്തേർ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുകയാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. ആൻഡ് ഇവിടെയാണ് അഗൈൻ ഞാൻ മെൻറ്റർ പറഞ്ഞതുപോലെ തന്നെ അബൌട്ട് അവർ ഫ്രണ്ട്സ് ആൻഡ് പിയേഴ്സ് ഓൾസോ റിഫ്ലക്റ്റ് ചെയ്യുക. നമുക്ക് അങ്ങനെ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി നമുക്കില്ലെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് യു ടു ഫൈൻഡ് പീപ്പിൾ ഹൂ ആർ ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പ്സ് കണ്ടുപിടിക്കുക. കുറച്ചൊക്കെ നമ്മളും കൂടെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം. അല്ലാതെ എപ്പോഴും നമ്മളുടെ തന്നെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് സ്ഥിരം എക്സ്ക്യൂസസ് പറയാതെ കുറച്ചൊരു അസൈൻമെൻറ്റ്സിൽ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് മുന്നോട്ട് പോകണമെങ്കിൽ വി ഹാവ് ടു ടേക്ക് സം ഇനിഷ്യേറ്റീവ്സ്. വി ഹാവ് ടു ഫൈൻഡ് പീപ്പിൾ. പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും യൂത്ത്, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ജെനുവിൻ ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറയാൻ പറ്റുന്ന കുറച്ച് ആളുകൾ, അങ്ങനെയുള്ള ഉള്ളവർ ദേ ആർ വെരി ലക്കി. ഇല്ലാത്തവർ ഐ വുഡ് സേ ദാറ്റ് ഗോ ആൻഡ് സീക്ക് ദോസ് പീപ്പിൾ, ഫൈൻഡ് ദോസ് പീപ്പിൾ. ഓർ എൽസ് വി ഹാവ് എ ബൈബിൾ സ്റ്റഡി. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നമ്മളൊരു ബൈബിൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. യു ക്യാൻ കം ആൻഡ് ജോയിൻ us ഓൾസോ ഓൺ our ബൈബിൾ സ്റ്റഡി. നമ്മൾ വി വിൽ പ്രേ ഫോർ ഈച്ച് അതർ, വി വിൽ റീഡ് ആൻഡ് സ്റ്റഡി ആൻഡ് അനലൈസ് ബൈബിൾ. that option is also available. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു ഇൻ്റർവെൻഷനിലേക്കാണ് എസ്തർ പോകുന്നത്. അതായത് ദൈവം അവളെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ. അതാണ് ഈ 3 ദിവസത്തെ പ്രാർത്ഥന ആൻഡ് ഫാസ്റ്റിംഗ്. ആൻഡ് ഇവിടെ എന്ന് പറയുന്നത് ഓൾസോ സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് ഇപ്പോൾ എസ്തർ നടന്നു നീങ്ങുന്നത്. സ്പിരിച്വൽ മെച്യൂരിറ്റി ഡസ് നോട്ട് മീൻ ഡൂയിങ് ബോൾഡ് തിങ്സ്. ബിക്കോസ് ഇപ്പം എസ്തർ ചെയ്യാൻ പോകുന്നത് ഇസ് എ വെരി ബോൾഡ് തിങ്. രാജാവ് വിളിച്ചിട്ടില്ല, പക്ഷെ രാജാവ് സന്നിധിയിലേക്ക് കടന്നില്ലാണ്. പക്ഷെ സ്പിരിച്വൽ മെച്യൂരിറ്റി ഡസൻറ്റ് മീൻ ദാറ്റ് ഡൂയിങ് ജസ്റ്റ് ദ ബോൾഡ് പാർട്ട്. ഇറ്റ്സ് ആക്ച്വലി asking God's intervention in your assignment. That is the bold part. അവിടെയാണ് സ്പിരിച്വൽ മെച്യൂരിറ്റി. സ്പിരിച്വൽ മെച്യൂരിറ്റി നമ്മൾ ഉടനെ ഓക്കെ കുറച്ച് ധൈര്യം കിട്ടിയെന്നാൽ പോയി നേരെ ചെയ്യാന്നുള്ളതല്ല. എസ്തറിൻ്റെ സ്പിരിച്വൽ മെച്യൂരിറ്റി വാസ് നെവർ അബൌട്ട് ഗോയിങ് ടു ദ കിങ് ഫസ്റ്റ്. ഇറ്റ് വാസ് അബൌട്ട് ഗോയിങ് ടു ഗോഡ് ഫസ്റ്റ്. അപ്പോൾ നമ്മളുടെ അലൈൻമെൻറ്റ്സ് എത്ര വലിയ അസൈൻമെൻറ്റും ആയിക്കോട്ടെ, അതെന്താണെങ്കിലും ആയിക്കോട്ടെ, അത് ഇവിടെ ഒരു 3 ദിവസത്തെ പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ് പറയുന്നു. നമുക്ക് വേണമെങ്കിൽ അത് തന്നെ ചെയ്യാം, ഇല്ലെങ്കിൽ എന്താണോ നമ്മൾക്ക് പറ്റുന്നത്. ഇപ്പം എൻ്റെ പേഴ്സണൽ എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, എനിക്ക് എന്തൊരു അസൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ what I do is that I read Bible randomly. ജസ്റ്റ് ചിലപ്പോൾ പിന്നെ നമ്മുടെ ലെറ്റേഴ്സ്, എന്തെങ്കിലും ലേഖനങ്ങളാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒക്കെ ഞാൻ ചെയ്യുന്നത് പഴയനിമമാണ്. ദാറ്റ്സ് വൈ ദിസ് ബൈബിൾ സ്റ്റഡി ഈസ് ഹിയർ. എന്തെങ്കിലും ഒരു അസൈൻമെൻറ്റ് ഉണ്ട്, എനിക്കറിയില്ല, നമ്മൾ കൂടുതലായിട്ട് അതിനെപ്പറ്റി അല്ലെങ്കിൽ വറി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ചെയ്യുക. അപ്പം അതിനെപ്പറ്റി ഒന്നും വറി ചെയ്യാതെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് പല രീതിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ TV കാണാം, സീരീസ് കാണാം, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഒരു സ്പിരിച്വൽ അസൈൻമെൻറ്റിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ വേൾഡ്ലി ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസിലേക്ക് തിരിയുന്ന സമയത്ത്
നമുക്ക് അത് എന്താ അതിനുള്ളൊരു വിടുതലും അതിനുള്ളൊരു ഇതും നമുക്കൊരു സ്ട്രെങ്ത് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്നാൽ വേൾഡ്ലി ഡിസ്ട്രാക്ഷൻ അല്ലാത്തൊരു കാര്യം ഫോർ മീ ഈസ് ജസ്റ്റ് റീഡിങ് ബൈബിൾ. പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ ബൈബിൾ വായിച്ചുകൊണ്ടേയിരിക്കുക. ഓരോ ചാപ്റ്റേഴ്സ് കഴിയുന്നു, ബോറടിക്കുന്ന സമയത്ത് കുറച്ചൊരു ചിന്തത്തേക്ക് ബൈബിൾ മാറ്റി വെക്കുക, എന്തെങ്കിലും കാര്യം ചെയ്തു വരിക. പിന്നെയും നമ്മുടെ മനസ്സിലേക്ക് ആ സെയിം കാര്യം തിരിച്ചു വരുന്നു, നമ്മളെ അത് പിന്നെയും ബുദ്ധിമുട്ടിക്കുന്നു, നമ്മൾ പറയുന്നു എന്നാണെങ്കിൽ ടേക്ക് ബൈബിൾ അഗൈൻ റീഡ്. ആദ്യമൊക്കെ നമുക്ക് കുറച്ചൊരു ഓക്വേർഡായിട്ട് പോലെ തോന്നുന്നുണ്ട്, നമ്മൾ അത്ര ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ബൈബിൾ വായിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് മേക്കിംഗ് സെൻസ് ടു അസ്. ദൈവം നമ്മളോട് സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നും. നമ്മളുടെ ആ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണോ നമ്മളെ കടന്നു പോകേണ്ടത്, നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത് നമുക്ക് ദൈവം പറഞ്ഞു തരുന്ന പോലെ നമ്മൾക്ക് ട്രാൻസ്ഫോം ആകുക ആ ഒരു എക്സ്പീരിയൻസ്. സോ നമ്മൾ ഇന്ന് ലാസ്റ്റ് ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ സങ്കീർത്തനങ്ങൾ 127:1, യഹോവഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാധ്വാനിക്കുന്നു. ദാറ്റ് ഈസ് എസ്തേർ നേരിട്ട് രാജാവിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് പകരം ആദ്യം ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. ദാറ്റ് ഇസ് സ്പിരിച്വൽ മെച്യൂരിറ്റി. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പണിയാണോ ചെയ്യുന്നത് അത് നമ്മൾ വൃഥാ അധ്വാനിക്കുന്നത് പോലെ. ദാറ്റ്സ് ജസ്റ്റ് ഗോയിങ് ടു ഗോ ഇൻ ടു ഡ്രീംസ്. അടുത്തതെന്ന് പറയുന്നത് സദൃശവാക്യങ്ങൾ 3:5-6. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. അപ്പം ഒരു കാര്യം എസ്തേർ ചെയ്യാൻ പോവുകയാണ്, ബട്ട് ഒരു ലൈഫ് സ്റ്റൈൽ പോലെയാണ് പെട്ടെന്ന് എസ്തേർ അല്ലേ 3 ദിവസം അതിനായിട്ട് മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ലൈഫ് സ്റ്റൈൽ. നമ്മളൊക്കെ ചെയ്യുന്ന പോലെ ഏതെങ്കിലും ഒരു വൈകുന്നേരം ഒരു 5 മിനിറ്റ് എടുത്ത് ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക. ചിലർ ബൈബിൾ പോലും വായിക്കാറില്ല, ചിലപ്പോൾ നമ്മൾ അതുപോലെ ചെയ്യത്തില്ല. അങ്ങനെ അല്ലാണ്ട് if you're really in an assignment and you want some deliverance from that, I suggest you have a lifestyle with God. നമ്മുടെ നടപ്പിലും നമ്മുടെ പോക്കിലും ഒക്കെ പ്രാർത്ഥന, പാട്ടുകൾ, നമ്മളുടെ വേൾഡ്ലി ആയിട്ടുള്ള നമ്മുടെ സെക്യുലർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് സമയം കിട്ടുന്ന സമയത്ത് പ്രസംഗം കേൾക്കുക, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ബൈബിൾ വായിക്കുക, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എഴുതുക, പാട്ടുകൾ എഴുതുക. കുറച്ചൊന്നും ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റാനായിട്ട് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ എസ്തർ ഒരു സ്റ്റെപ്പ് 3 ദിവസം, ഞാൻ എന്തുകൊണ്ട് 3 മാസം പറയുന്നത് അറിയില്ല, 3 ദിവസത്തേക്കുള്ള ഒരു സ്പിരിച്വൽ അസൈൻമെൻറ്റിന് വേണ്ടിയിട്ട് റെഡി ആകുന്ന സമയത്ത് ഒരു സ്റ്റെപ്പ് വി ക്യാൻ കൺസിഡർ ദാറ്റ് ഇസ് 1 സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് എസ്തർ രാജസന്നിധിയിലെത്തുന്ന സമയത്ത് രാജാവ് പൊൻചെങ്കോൽ നീട്ടി എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, നീ രാജ്യത്തിന് പകുതി ആണെങ്കിൽ തന്നെ ഞാൻ തന്നുകൊള്ളാം എന്ന് പറയുന്നത് വളരെ ഓപ്പൺ ആയിട്ടുള്ള ബെനവലൻ്റ് ആയിട്ടുള്ള ഒരു ഓഫറാണ് കിങ് കൊടുക്കുന്നത്. വിച്ച് ഇസ് വെരി അൺലൈക്ലി. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. രാജാവ് ആദ്യത്തെ കാര്യം തന്നെ എസ്തറിനെ അങ്ങോട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നതേ ഇല്ല അടുത്തൊരു 30 ദിവസത്തേക്ക്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് ദൈവം അവിടെ ഒരു 10,000 സ്റ്റെപ്പ് ചെയ്തിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിലും അധികമായിട്ടുള്ളൊരു റിസൾട്ടാണ് എസ്തറിന് കൊടുക്കുന്നത്. പിന്നെയുള്ള കാര്യങ്ങൾ 5, 6, 7 പോലത്തെ ചാപ്റ്റേഴ്സിലുണ്ട്. അത് പിന്നെ ഹമാൻ എന്ന് പറയുന്ന ആളെ കഴുമരത്തിലേറ്റി കൊല്ലുകയും പിന്നെ അങ്ങനെ ഫുൾ ജൂയിഷ് കമ്മ്യൂണിറ്റി റിസ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പിന്നെ എസ്തറിലേക്ക് നടക്കുന്നത്. അപ്പം ഇന്ന് വീഡിയോയുടെ ലെങ്ത് ഒരു ഇച്ചിരി കൂടിപ്പോയി, ബിക്കോസ് ഐ ഹാഡ് ടു ടെൽ യു ഓൾ അബൌട്ട് ദിസ് തിങ്സ്. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ് എൻറ്റയർ സീരീസ്. അത് കാരണമാണ്. ആൻഡ് ഇനി നമ്മൾ ഇതിലേക്ക് എസ്തറിൻ്റെ ഒരു പാർട്ടിലേക്ക് തിരിച്ചു വരികയില്ല. ബട്ട് വാട്ട് ഐ എം ട്രൈങ് ടു ഡു ഇസ് ഒരു ടോട്ടൽ സറണ്ടർ. ഇത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ നിർത്താം. ഏറ്റവും ലാസ്റ്റിൽ ചാപ്റ്റർ 4 ലാസ്റ്റിൽ എസ്തർ ഈ ഒരു 3 ദിവസത്തെ ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ദിസ് ഇസ് ദ ഫൈനൽ സറണ്ടർ ആൻഡ് ദിസ് ഇസ് ദ പീക്ക് ഓഫ് ഹർ സ്പിരിച്വൽ മെച്യൂരിറ്റി വെയർ ഷീ സേസ് എന്താണ്, ഞാൻ നശിക്കുന്നെങ്കിൽ നശിച്ചോട്ടെ, വിച്ച് മീൻസ് ദാറ്റ് കംപ്ലീറ്റ് സറണ്ടർ ടു ഗോഡ്സ് വിൽ. അപ്പം നമ്മൾ പല സമയത്തും പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി പിടിവാശിയോടെയാണ് പ്രാർത്ഥിക്കുന്നത്. അതെന്തായാലും സംഭവിച്ചാലേ പറ്റുള്ളൂ, അത് എനിക്ക് തന്നാലേ പറ്റുള്ളൂ എന്നുള്ള രീതിയാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ എസ്തറിനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക എസ്തർ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. 3 ദിവസം പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾ എന്താണ് രാജാവ് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തന്നാലേ പറ്റൂ എന്നാണ് പറയുന്നത് നമ്മൾ വിചാരിക്കും. പക്ഷേ ലാസ്റ്റ് ലൈൻ ഓഫ് ചാപ്റ്റർ 4 ഇസ് അബൌട്ട് ഇഫ് ഐ പെരിഷ് ഐ പെരിഷ്. ഞാൻ നശിക്കുകയാണെങ്കിൽ നശിക്കട്ടെ, എന്നാലും കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിക്കാനും ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. ബട്ട് ഇഫ് ഗോഡ്സ് വിൽ ഇസ് സംതിങ് എൽസ്, ദാറ്റ് ഷുഡ് ഹാപ്പൻ ദെൻ. യുനോ ആ ഒരു ഓപ്പൺനെസ്. നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം എന്നായിരിക്കാം പ്രതീക്ഷിക്കുന്നത്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് സ്പിരിച്വൽ മെച്യൂരിറ്റി. സ്പിരിച്വൽ മെച്യൂരിറ്റി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഈസ് ഗോഡ്സ് വിൽ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നശിക്കുന്നെങ്കിൽ നശിച്ചോട്ടെ, കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കും. ആ ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കാം. പോകുന്നതിന് മുമ്പ്, വീഡിയോ നിർത്തുന്നതിന് മുന്നേ ഒരേ ഒരു കാര്യം മാത്രം, ഇതുപോലെ എന്തെങ്കിലും സ്പിരിച്വൽ അസൈൻമെൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ
ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളോടെ എന്തായിരിക്കും അതാണെങ്കിൽ നമ്മൾക്ക് പ്രയർ റിക്വസ്റ്റ് അയക്കാൻ പറ്റും. യു ക്യാൻ കം ടു മൈ വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ കമൻസിൽ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റും. ഓറൽസ് പിന്നെ എന്താണ് ഇതുപോലെ എന്താണ് ഇഫ് ഐ പെരിഷ് അങ്ങനത്തെ സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഡെലിവറൻസ് വന്നിട്ടുണ്ടെങ്കിൽ, റിസ്ക് എടുത്തിട്ടുണ്ട് പക്ഷേ ദൈവം കൂടെ നിന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ യു ക്യാൻ ആഡ് ഇൻ ദ കോമെൻറ്റ്സ്. അത് മറ്റുള്ളവർ വായിക്കുന്നവർക്ക് കൂടെ ഒരു വലിയ ശക്തിയാവും. അടുത്ത വീഡിയോയിൽ ഇതുപോലെ ഒരു ബൈബിൾ സ്റ്റഡിയുമായിട്ട് നമ്മൾ കണ്ടുമുട്ടും. അതുവരെ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ടേക്ക് കെയർ.